ഹലോ സുഹൃത്തുക്കളെ, ഇത് ടി വി എസിൻ്റെ റൈഡർ ബൈക്കാണ് ഞാൻ കയറ്റിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഞാൻ ഒരു 5 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. രാത്രി 3 മണിക്ക് റൈഡിന് വരും ബൈക്കായി പോയി എന്നിട്ട് ഓഫായി പോയി എന്നിട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം കമ്പനി സർവീസ് ചെയ്ത് തന്നെ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഒരു 8 കിലോമീറ്റർ ഓടുമ്പോഴേക്ക് ഞാൻ ആദ്യം എൻ്റെ വണ്ടി ഇതുപോലെ തന്നെ ഓഫായി പോയി. കമ്പനി സർവീസ് ചെയ്ത് തരും, എടുത്ത് കൊണ്ടുപോയി ചെയ്തു തരും. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം, എൻ്റെ നാട്ടിൽ എനിക്ക് ഇങ്ങനെ ദൂരെ വന്നിട്ട് എടുത്തു വരാനൊന്നും കഴിയില്ല. അപ്പം ഞാൻ എൻ്റെ ചിലവിൽ തന്നെ ഞാൻ ഗുഡ്സ് കയറ്റിയിട്ട് ഞാൻ എടുത്ത സർവീസ് ഞാൻ വണ്ടി എടുത്ത് അവിടെ തന്നെ കൊണ്ടുപോയി കേട്ടോ. ഇതാണ് ടി വി എസിൻ്റെ വണ്ടി എടുത്തിട്ട് പെടൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഇത് എൻ്റെ വണ്ടിയല്ല, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. പിന്നെ എന്താ ചെയ്യാനാ, ചെറിയ ചെറിയ പ്രശ്നമാണ്. എന്താണെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ട് ഇവർ സർവീസ് ചെയ്തിട്ട് ആയിട്ടില്ല. 8 കിലോമീറ്റർ ഓടുമ്പോൾ ആദ്യം സൈഡായി. സൈക്കിളിലാണ് വേറെ എന്ത് ചെയ്യാൻ, നമ്മൾ എടുത്തു പോയില്ലേ. ഇത് കമ്പനി ഇങ്ങനെ പ്രശ്നമുള്ള ഇതെല്ലാം ശരിക്കും സർവീസ് ചെയ്ത് തരണ്ടേ. എല്ലാം എടുക്കുന്നവരെല്ലാം മനസ്സിലായിക്കോ. ഈ റൈഡർ ബൈക്ക് എടുക്കുന്നവർ, ടി വി എസ് റൈഡർ എടുക്കുന്നവർ ശ്രദ്ധിച്ചോ. ഇങ്ങനെ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരിങ്ങനെ സർവീസ് ചെയ്ത് തരുന്നിട്ട് നമ്മുടെ സമയവും നമ്മുടെ പൈസയും ഇങ്ങനെ പോവുകയും ചെയ്യാം. ഇപ്പോൾ കമ്പനി പൈസയൊന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ടാണ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇതെൻ്റെ ചിലവിൽ തന്നെ, നമ്മളെ ചിലവിൽ തന്നെ നമ്മളിതിപ്പോൾ ഗുഡ്സ് കൊണ്ടുപോകുന്നത്. കമ്പനീൻ്റെ ക്രെയിനെല്ലാം വന്ന് കൊണ്ടുപോകും, അതിന് ടൈം എടുക്കും ഒരുപാട്. അതുകൊണ്ട് എനിക്ക് സമയമില്ല, ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ സമയമില്ലായിട്ട് അടുത്തുള്ള ഒരു ഷോറൂമിലേക്ക് കൊണ്ടുപോയി ഇടുന്ന കേട്ടോ. എടുക്കുന്നവർ ടി വി എസ് റൈഡർ എടുക്കുന്നവർ ശ്രദ്ധിച്ചോ. ഈ വണ്ടി എടുക്കാൻ നിൽക്കണ്ട, തലവേദനയാണ്.